ഹലോ അസ്സലാം വലൈക്കും. എടാ, 7ാം ക്ലാസ് അറബി ക്രിസ്മസ് പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് ടൈം എഴുതാൻ വേണ്ടി ചോദിക്കും. ടൈം എഴുതാൻ വേണ്ടി ചോദിക്കുന്ന സമയത്ത് വളരെ ഈസിയാണ് ടൈം എഴുതുക എന്നുള്ളത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ടൈമിന് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടൈമിന് അസ്സാഅത്ത് എന്നാണ് പറയുക അല്ലേ, മണിക്കൂർ അസ്സാഅത്ത് എന്നാണ് പറയാം കേട്ടോ. അപ്പോൾ സമയം എഴുതുമ്പോൾ എന്ത് ചെയ്യണം, ഇത് ഇതേ രൂപത്തിൽ അസ്സാഅത്ത് പോലെ തന്നെ സമയം എഴുതണം. ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അറബിയിൽ ഇവിടെ എത്ര സമയം 5 മണിയല്ല, 5-ന് അറബിയിൽ നിങ്ങൾ ഇപ്പോൾ പഠിച്ചിട്ടുണ്ടാവും ഹംസുന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലേ, ഹംസുന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലേ, അതിലെങ്കിൽ ഹംസത്ത് പഠിച്ചിട്ടുണ്ടാവും, 5-ന് ഹംസത്ത് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത് രണ്ടുമല്ല നമ്മൾ എഴുതേണ്ടത്, ഇങ്ങനെയല്ല. അസ്സാഅത്തു ഹംസുന്നോ അസ്സാഅത്ത് ഹംസത്തുന്നല്ല. അതിന് നമ്മൾ അസ്സാഅത്തുന പിന്നെ അതിന് ഹംസത്തുന് എന്ത് ചെയ്യണം, അസ്സാഅത്ത് രൂപത്തിലേക്ക് എഴുതണം. വെച്ചാൽ അൽ ഖാമിസ എന്ന് എഴുതണം. അൽ ഖാമിസത്തു, അസ്സാഅത്തു അൽ ഖാമിസത്തു. 5 മണി എഴുതൽ എങ്ങനെയാണ്, ഹംസുന്നല്ല എഴുതാം, ഹംസത്തുന്നല്ല എഴുതാം, അൽ ഖാമിസത്തു എന്ന് എഴുതണം. അസ്സാഅത്തു അൽ ഖാമിസത്തു എന്നാണ് 5 മണി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൽ എളുപ്പത്തിന് സാറ് പിന്നെ ഇതിൽ ഒന്ന് പരിചയപ്പെടുത്തരാം. അസ്സാഅത്തു അൽ വാഹിദത്ത്, 1 മണി. ഇപ്പോൾ നമ്മൾ വാഹിദ് ഇസ്നാനി സലസാന പഠിച്ചതിന് പറയാം അൽ വാഹിദ, അസാനിയ, അൽ സാനിയത്ത്, അസാലിസത്ത്, അറാബിഅത്ത്, അൽ ഖാമിസത്ത്, അസാദിസത്ത്, അൽ അസാബിഅത്ത്, അസാമിനത്ത്, അത്താസിഅത്ത്. ഇതൊക്കെ ഇവിടെ ഒരു ബോർഡിലുണ്ട്. താസിഅത്ത്, അൽ ആഷിറത്ത്. പിന്നെയോ 11 മണി അസ്സാഅത്തു അൽ ഹാദിയത്തുൽ അഷറത്ത്, 12 മണി അസ്സാഅത്തു അസാനിയത്തു അൽ അഷറ. ഓക്കെ, ഇങ്ങനെയാണ് 1 മുതൽ 12 മണി വരെ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ നിങ്ങൾ ഈ വീഡിയോ നോക്കിയിട്ട് ഓരോന്നിനും എന്താണ് പറയാന്നുള്ളത് നിങ്ങൾ നല്ലപോലെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ ഇവിടെ ക്ലോക്കിൽ കൊടുത്തിട്ട് 5 മണിയാണ്. അപ്പോൾ സാഅത്ത് 5 മണിക്ക് എന്താ പറയുക, അൽ ഖാമിസത്ത്. അടിപൊളി ആൻസർ ചെയ്താം കേട്ടോ. ഇനിയോ 7 മണിയാണ് അല്ലേ, അപ്പോൾ അസ്സാഅത്തു അസ്സാബിഅത്ത് ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കാണ്. ഓക്കെ, ഇനിയോ 10 മണിയോടെ കൊടുത്തു. അപ്പോൾ സാഅത്തു അൽ ആഷിറത്ത്. ഇതേപോലെയാണ് സമയം എഴുതേണ്ടത്. അപ്പോൾ സമയത്തിന് എന്ത് ചെയ്താൽ മതി, 1 മുതൽ 12 വരെ ടൈം എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ചോദ്യത്തിൽ ടൈം നോക്കുക, ഇത് ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എന്തായാലും പരീക്ഷയ്ക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യുക, മാർക്ക് സ്കോർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.